بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പുലർത്തി പാലിച്ചു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയും ഉപദേശിക്കുകയുമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സുജൂദ് എന്ന വിഷയത്തിലാണ് ഇവിടെ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സുജൂദ് എന്ന വിഷയത്തിൽ സുജൂദിന്റെ മഹത്വങ്ങളും പ്രത്യേകതകളും എന്നൊരു ഭാഗവും സുജൂദിന്റെ ഇനങ്ങളും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളും എന്ന ഒരു ഭാഗവും ഉണ്ട്. രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇൻഷാ അല്ലാഹ് സുജൂദ് എന്നുള്ള വിഷയം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. സുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മഹത്തായ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ സുജൂദ് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അർപ്പിക്കുവാൻ പാടുള്ളതല്ല. പൂർവ്വ സമൂഹങ്ങളിൽ അഭിവാദ്യമെന്ന നിലക്ക് സുജൂദ് ആകാമായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള മലക്കുകളുടെ സുജൂദ്, അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ സഹോദരങ്ങൾ മറ്റും നിർവഹിച്ച സുജൂദ്, ഇതൊക്കെ
ആരാധനയുടെ സുജൂദല്ല. പ്രത്യേക അത് അഭിവാദ്യത്തിന്റെ സുജൂദായിരുന്നു. പക്ഷെ അത് അവരുടെ ശറഈന് പ്രത്യേകമാണ്. നമ്മുടെ ശറഈ അഭിവാദ്യമായിക്കൊണ്ടും സുജൂദ് പാടുള്ളതല്ല. നമ്മുടെ മുമ്പുള്ളവരുടെ ശറഈ നമുക്ക് ശറഈ എപ്പോൾ നമ്മുടെ ശറഈ അവരുടെ ശറഈനെ എതിർക്കാത്ത കാലത്തോടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ സുജൂദ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്കാകാമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യുവാൻ ഞാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. അപ്പോ അഭിവാദ്യം എന്ന നിലയ്ക്ക് പോലും സുജൂദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ സൃഷ്ടിക്ക് നേരെ ചെയ്യാൻ പാടുള്ളതല്ല. സുജൂദ് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല. ഈ ഉലകത്തിൽ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും അല്ലാഹുവിനുള്ള സുജൂദിലാകുന്നു. അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ അഹങ്കരിക്കുന്ന ചില പടപ്പുകൾ മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലും ഉള്ളവരൊഴിച്ചു. മലക്കുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഇന്നല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള മലക്കുകൾ ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ അവർ അഹങ്കരിക്കുകയില്ല. വയുസബ്ബിഹൂനഹു, അല്ലാഹുവിനുള്ള സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ തസ്ബീഹ് നിർവഹിക്കുന്നവരാകുന്നു മലക്കുകൾ. വലഹു യസ്ജുദൂൻ, അവന്റെ മാത്രം പ്രണമിച്ച് സുജൂദ് ചെയ്യുന്നവരാകുന്നു അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ വാനലോകത്തിന്റെ പല മലക്കുകൾ അല്ലാഹുവിന്റെ സുജൂദ് നിർവഹിക്കുന്നു എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ആകാശലോകം ശബ്ദമയമാകൽ അനിവാര്യവുമാണ്. എന്തുകൊണ്ടാണ്? തിരുനബി തന്റെ വിരലുകൾ അടുപ്പിച്ച് പറഞ്ഞു, വിശാലമായ മാനത്തിൽ 4 വിരലുകൾ വെക്കാൻ ഇടമില്ല. ഒന്നുകിൽ അവിടെ ഒരു മലക്ക് റുക്കോയിലാണ്, അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണ്. അപ്പൊ വാനലോകം അതിൽ മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കുന്നവരായിക്കൊണ്ടാണ് എന്ന് ഇവിടെ തിരുവഴിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ പടപ്പുകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, നീ അറിഞ്ഞില്ലേ, വാനങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവരെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, പർവ്വതങ്ങൾ, സസ്യലജാതികൾ, വൃക്ഷങ്ങൾ, അതേപോലെ തന്നെ ജന്തുജാലങ്ങൾ, ധാരാളം മനുഷ്യന്മാർ, ഇവരൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു. കുറേ മനുഷ്യന്മാർ അവരുടെ ശിക്ഷ അള്ളാഹുവിൻ്റെതും അനിവാര്യമായിരിക്കുന്നു. അള്ളാഹു വല്ലവരെയും നിസ്സാരമാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ആദരിക്കാൻ ആരുമില്ല. അതേപോലെ മറ്റൊരു വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വ കർഹാ വദിലാലുഹും ബിൽ ഗുദുവി വൽ ആസാർ. വലില്ലാഹി, അല്ലാഹുവിനെ യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി, വാനങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ സുജൂദ് ചെയ്യുന്നു. തൗഅൻ വ കർഹാ, ഒന്നുകിൽ സ്വമേധയാ വിനയപ്പെട്ടു, അല്ലെങ്കിൽ വകർഹ നിർബന്ധത്തിന് വഴങ്ങി. അല്ലാഹുവിനുള്ള സുജൂദിലാകുന്നു വാനങ്ങളിലുള്ളവർ ഭൂമിയുള്ളവർ.
അവരുടെ നിഴലും ബിൽഗുദുവി വൽ ആസാൽ പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാഹുവിന് സുജൂദിലാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഉള്ളവരെല്ലാം അള്ളാഹുവിന് സുജൂദിലാണ്. അവരുടെ നിഴലുകളും പ്രഭാത പ്രദോഷങ്ങളിൽ സുജൂദിലാണ് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ സുജൂദ് മനുഷ്യരുടെ സുജൂദ് പോലെ അല്ല എല്ലാ പടപ്പുകളുടെയും സുജൂദ്. ഓരോ പടപ്പുകൾക്കും അതിൻ്റെതായ സുജൂദുകളാണ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. ആ സുജൂദ് അവർ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇമാം അൽ-ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, യസ്ജുദു ലിഅമതിഹി കുല്ലു ഷൈ തൗഅൻ ഔ കർഹൻ. അല്ലാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ എല്ലാ വസ്തുക്കളും പ്രണമിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. തൗഅൻ ഔ കർഹൻ, ഒന്നുകിൽ സ്വമേധയാ വിധേയപ്പെട്ടു, അല്ലെങ്കിൽ കർഹ ബലാത്കാരമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി സുജൂദിലാണ്. വസുജൂദു കുല്ലി ഷൈഇൻ മിമ്മാ യഖ്തസ്സു ബിഹി, ഓരോ വസ്തുവിന്റെയും സുജൂദ് അതിന്റെ പ്രത്യേകമായ നിലക്കാണ്. മനുഷ്യർ സുജൂദ് ചെയ്തതുപോലെ അല്ല ആയിക്കൊള്ളുന്നില്ല. ഷംസിന്റെയും ഖമറിന്റെയും നുജൂമിന്റെയും ഷജറിന്റെയും ഒക്കെ സുജൂദ് ഓരോന്നിനും അതിന്റെ പ്രത്യേകമായ നിലക്ക് അള്ളാഹുവിന്റെ നിശ്ചയം എങ്ങനെയാണോ അപ്രകാരമാണ് അതിന്റെ സുജൂദ്. ഇവിടെ തൊട്ടു മുമ്പ് സൂറത്തു റഅദിലെ 14-ാമത്തെ ആയത്തിൽ പടപ്പുകളുടെ നിഴലുകൾ വരെ പ്രഭാത പ്രദോഷങ്ങളിൽ സുജൂദ് ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള പ്രണാമ ജീവിതമാണ് അവർക്ക് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ മനുഷ്യരുടെ വരെ നേരെ നോക്കി വീഴാം. അള്ളാഹു എങ്ങനെയാണ് നേരെ പഠിച്ചത് ആ രീതിയിലാണ് നേരെ സഞ്ചാരം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നേരെ മാറ്റാൻ പറ്റില്ല. പിന്നെയോ അള്ളാഹു എങ്ങനെയാണോ നേരെ നിശ്ചയിച്ചത് അതേപോലെയാണ് പ്രഭാത പ്രദോഷങ്ങളിൽ നിഴല്. അപ്പൊ നിഴലുകൾ വരെ അള്ളാഹുവിനുള്ള പ്രണാമത്തിലാണ് എന്നിവിടെ ഈ ആയത്ത് ഉണർത്തുകയാണ്. ഒരു ഹദീസിൽ സൂര്യന്റെ സുജൂദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ ഉണർത്തുന്നു. അന്ത്യനാളിന്റെ അലാമത്തുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന അബൂ ദർ അൽ ഗിഫാരി എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അബൂ ദർ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമൻ അതദ്റൂൻ ഐന തദ്ഹബു ഹാദിഹി ശംസ്. ഒരിക്കൽ സഹാബത്തിനോട് നബി ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയുമോ എവിടേക്കാണ് ഈ സൂര്യൻ പോകുന്നതെന്ന്? ഖാലു അല്ലാഹു വ റസൂലുഹു അലം. സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക. ഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി തജ്രി ഹത്താ തൻതഹിയ ഇലാ മുസ്തഖറിഹാ തഹ്തൽ അർശ്. ഇന്ന ഹാദിഹി തജ്രി, ഈ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹത്താ തൻതഹിയ ഇലാ മുസ്തഖറിഹാ അർശ് തഹ്തൽ അർശ്, അർശിന് താഴെയുള്ള അതിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് വരേക്കും. സൂര്യൻ അർശിന് താഴെയുള്ള സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് വരേക്കും സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ എത്തിയാൽ അതിൽ പിന്നാലെ സുജൂദിലായി പ്രണമിച്ചു വീഴും. സൂര്യൻ അപ്രകാരമായി കൊണ്ടിരിക്കും. സൂര്യനോട് പറയും, നീ ഉദിച്ചുയരുക, എന്നിട്ട് നീ വന്നിടത്തേക്ക് തിരിക്കുക എന്ന് സൂര്യനോട് പറയുന്നത് വരെ. തിരുനബി പറയുകയാണ്, സൂര്യൻ മടങ്ങുകയും സൂര്യൻ അത് അതിന്റെ ഉദയസ്ഥാനത്ത് നിന്ന് ഉദിക്കുകയും ചെയ്യും. വീണ്ടും സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സൂര്യൻ അർശിന് താഴെയുള്ള അതിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് വരെ അത് വീണ്ടും പ്രണമിച്ചു വീഴും. വീണ്ടും അപ്രകാരം പ്രണമിക്കുന്ന സൂര്യനോട് ഉദിച്ചുയരുവാൻ കൽപ്പിക്കും. അത് ഉദിച്ചുയരും. അങ്ങനെ വീണ്ടും അതിന്റെ സഞ്ചാരം അത് കുറിക്കും എന്ന് തിരുനബി പറയുകയാണ്. സൂര്യൻ ഉദിച്ചുയരും. ജനങ്ങൾ സൂര്യൻ ഉദിച്ചുയർന്ന് സഞ്ചരിക്കുന്നത് കാണുമ്പോൾ യാതൊരു അനൗചിത്യവും കാണാത്ത വിധമായിരിക്കും സൂര്യന്റെ സഞ്ചാരം. ഒരു അനൗചിത്യമില്ല, സാധാരണ പോലെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ
സൂര്യൻ ഭ്രമണം അർശിന് താഴെയുള്ള അതിന്റെ ഭ്രമണ പദത്തിലെത്തിയാൽ അന്ന് സൂര്യനോട് പറയപ്പെടും, സൂര്യനെ നീ ഉദിക്കുക. എവിടെ നിന്നാണ് ഉദിക്കേണ്ടത്? മിൻ മഗ്രിബിക്ക്, നിന്റെ പടിഞ്ഞാറിൽ നിന്നാണ് ഉദിക്കേണ്ടത്. സാധാരണ കിഴക്കിൽ നിന്നാണ് ഉദിക്കുക. പക്ഷേ ഒരു നാൾ അതിനോട് പറയപ്പെടും, നീ നിന്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക. അതോടുകൂടി സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കാതെ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചുയരുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് എന്നായിരിക്കും സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അതെപ്പോഴാ? അതിനു മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് ഈമാൻ ഉപകരിക്കാത്ത സമയത്താണ്. അല്ലെങ്കിൽ വിശ്വസിച്ചവർക്ക് അതിൽ വിശ്വാസത്തിലൂടെ ഖൈർ ലഭിക്കാത്ത ഒരു കാലം എന്ന് പറഞ്ഞാൽ സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്നും ഉദിച്ചാൽ പിന്നെ ആളുകളുടെ തൗബ സ്വീകരിക്കും. അല്ലാഹു തൗബയുടെ വാതിലാണ്. അതിനു മുമ്പ് ഈമാൻ ഉൾക്കൊണ്ടവരുടെ ഈമാനാണ് അവർക്ക് ഉപകരിക്കുക. ആ നാളിലാണ് സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അലാമത്ത് എന്നോണം സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉണർത്തുന്നത്. ഇവിടെ നമ്മുടെ വിഷയം സൂര്യൻ അർശിന് താഴെയുള്ള അതിന്റെ ഭ്രമണപഥത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചുകൊണ്ട് അർശിന് താഴെ എത്തിയാൽ അത് പ്രണമിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ സൂര്യന് പ്രണാമമുണ്ട്. ആ പ്രണാമത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹദീസ് തിരുമൊഴി നമ്മൾ പറഞ്ഞ ഹദീസ് സഹിയായ ഹദീസ്, ഇമാം മുസ്ലിം മറ്റൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പക്ഷേ ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ വസുജൂദു കുല്ലി ഷൈഇൻ മിമ്മാ യഖ്തസു ബി, ഓരോ വസ്തുവിന്റെയും സുജൂദ് അതിന് പ്രത്യേകമായ നിലക്കാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഷ്ടാംഗ പ്രണാമമാണ്. 8 അംഗങ്ങൾ നിലത്ത് വെച്ച് ഉള്ള സുജൂദാണ്. ഉമിർതു അൻ അസ്ജുദ അലാ സബഅതി അഅ്ദാ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റി എന്ന് പറഞ്ഞു. അപ്പൊ മൂക്കിലേക്ക് ചൂണ്ടി, അപ്പൊ നെറ്റിയും മൂക്കും. പിന്നെ കൈ, ഉള്ള കൈയിലെ പള്ള, കാൽമുട്ടുകൾ, കാൽവിരലുകളുടെ പള്ള, ഇങ്ങനെ 8 അവയവങ്ങൾ അത് വെച്ചാണ് പുരുഷന്മാരുടെ സുജൂദ്. പക്ഷേ ഇതര പടക്കുകളുടെ മുഴുവൻ സുജൂദ് അത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. ഏതായാലും എല്ലാ സൃഷ്ടിചരാചരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സുജൂദിലാണ് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. സുജൂദുമായി ബന്ധപ്പെട്ട കർമ്മ വിഷയങ്ങൾ, അതുപോലെ സുജൂദിന്റെ ഇനങ്ങൾ, പക്ഷെ അതൊരു വിഷയമായിട്ട് പിന്നീട് നമുക്ക് സംസാരം വരുന്നുണ്ട്. ഇന്ന് സുജൂദിന്റെ പ്രത്യേകതകളും അതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നബിമാരുടെ സുജൂദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. സൂറത്ത് മറിയമിൽ അതിന്റെ തുടക്കം മുതൽ നബിമാരെ കുറിച്ചാണ് പറയുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ നബിമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതിൽ പിന്നെ أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. الله سبحانه وتعالى പറയുന്നു, أولئك الذين أنعم الله عليهم من النبيين, നബിമാർ അല്ലാഹുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരാണ്. ആ നബിമാരാണ് ഈ പറയപ്പെട്ടവർ. മിൻ ദുർരിയത്തി ആദം, ആദം സന്തതികളിൽ നിന്നുള്ള, വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അദ്ദേഹത്തിന്റെ കപ്പലിൽ നാം വഹിച്ച, വമിൻ ദുർരിയത്തി ഇബ്രാഹിം വ ഇസ്രായീൽ, ഇബ്രാഹിം, ഇസ്രായീൽ നബിമാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട, വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം മാർഗം കാണിക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്ത നബിമാരുടെ ചരിത്രമാണ് ഈ പറയപ്പെട്ടത്. സൂറത്ത് മറിയമിൽ പറയപ്പെട്ടതായ നബിമാർ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം എന്താണ് അവരുടെ പ്രത്യേകത പറയുന്നത്? ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ആയത്തുകൾ
ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖർറു സുജ്ജദൻ വബുകിയ, അവർ പ്രണമിച്ചും കരഞ്ഞും അവർ നിലത്ത് വീഴും എന്നാണ്. അവർ സുജൂദ് ചെയ്ത് കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സുജൂദിനെ മഹത്തരമായി കണ്ട വ്യക്തിത്വങ്ങളായിരുന്നു അമ്പിയാക്കൾ. അവരുടെ സുജൂദ് കേവലം അഷ്ടാംഗ പ്രണാമം മാത്രമായിരുന്നില്ല. അവരുടെ സുജൂദിന്റെ വേളയിൽ അവരുടെ ഹൃദയങ്ങൾ പിടക്കുമായിരുന്നു, അവരുടെ കണ്ണുകൾ നനയുമായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടായിരുന്നു അള്ളാഹുവിന് മുമ്പിൽ പ്രണമിച്ച് വീണിരുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ സുജൂദ് തിലാവത്ത്, പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഈ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ ഓതി വെച്ച ആയത്ത്, ഖർറു സുജ്ജദൻ വബുകിയ എന്ന് പറയുന്ന സൂറത്ത് മറിയമിലെ ആയത്ത്. ഈ ആയത്ത് ഓതിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു സുജൂദ് ചെയ്തു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഹാദ സുജൂദ് ഐനൽ ബുക്കി അല്ലെങ്കിൽ ഐനൽ ബുക്ക, കരച്ചിലെവിടെ? സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് കരച്ചിലെവിടെ എന്ന് ഉമർ പോലും ചോദിച്ചു എന്നാണ്. ഇന്ന് സുജൂദ് എവിടെ എന്ന് പോലും ചോദിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറിയ ഒരു കാലഘട്ടത്തിലാണത്. എത്ര നിസ്കരിച്ചത്, എന്താ നിസ്കരിച്ചത്, ഏതാണ് ഓതിയത് എന്ന് പോലും അറിയാത്തൊരു സ്ഥിതി വിശേഷം. ഒരിക്കൽ അലിഫ് ലാം മീം സജ്ദ ഓതിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഫജ്ർ അലിഫ് ലാം മീം സജ്ദ ഓതിയതിന് വെള്ളിയാഴ്ച ദിവസം ഫജ്റിന്റെ അലിഫ് ലാം മീം സജ്ദയും സൂറത്തുൽ ഇൻസാൻ ഇത് ഓതൽ സുന്നത്താണ്. അപ്പൊ അലിഫ് ലാം മീം സജ്ദ ഓതിയിട്ട് അതിനിടയിൽ ഓത്തിനിടയിൽ സുജൂദുണ്ട്. ആ സുജൂദ് ചെയ്ത വേളയിൽ മഅ്മൂമികളിൽ പലരുടെ നിസ്കാരം, ചിലർ തസ്ബീഹ്, ചിലർ റുക്കൂ, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും അടക്കം പറയുക. നമ്മളിപ്പോ സാധാരണ ഇവിടങ്ങളിലൊക്കെ നിസ്കരിക്കുമ്പോ, പ്രത്യേകിച്ച് തറാവീഹ് ഖിയാമുൽ ലൈൽ ഇമാമ് പറയണം അടുത്ത റക്അത്തിൽ ഓത്തിന്റെ സുജൂദുണ്ട്. അതില്ല എങ്കിൽ ആളുകൾക്കറിയില്ല. ഇമാമ് സുജൂദ് പോയിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ തക്ബീർ കേട്ടും കുറെ ആളുകൾ അവിടെ ബഹളം ഉണ്ടാക്കും. ഇങ്ങനത്തെ ഈ പള്ളിയിൽ ഒരിക്കല് ഒരു ഇമാം ഓതി അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹു മുൽക്കൻ തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലായതുകൊണ്ട് അത് ഓതിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടില്ല. വിഷയം പറയാം, ആളുകളുടെ അങ്ങനെ ഓതി അദ്ദേഹത്തിന് തെറ്റി. പക്ഷെ ഉണർത്തിക്കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് ഓതിയ ഇമാമിന് വേറൊരു ഇമാമായിരുന്നു, സാധാരണ നിൽക്കുന്ന ഇമാമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ തെറ്റിയാണ്. കാരണം ആയത്തിന്റെ അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി എന്നുള്ളത് അദ്ദേഹം ഇബ്രാഹിമു എന്ന് ഓതണ കാരണത്താൽ അദ്ദേഹത്തിന് ഇത് കിട്ടുന്നില്ല. കാണാതെ പഠിച്ചപ്പോ ആ രീതി പഠിച്ച രീതിയിലേക്ക് ഓത്ത് വരാത്തതുകൊണ്ട് ആ ബാക്കിൽ ഇല്ല. രണ്ടാമത്തെ സഫിൽ നിന്ന് ഒരാൾ പറയാതെ അറബിയിൽ വിളിച്ചു പറയുന്നത് അറായിത്തെ ഓതിയിട്ട് നിർത്തിയ കാര്യം ഇവിടെ നടന്നാണ്. ഈ പള്ളി അറായിത്തെ ഓതിയിട്ട് നിർത്തിയ കാര്യം ചൂടാകാനായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ചൂടാകിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിനും അദ്ദേഹം മുൻവർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു അവസ്ഥയാണുള്ളത്. എവിടെയാണ് ഓത്തിന്റെ സുജൂദ്, ഏതാണ് ഓത്തിന്റെ സുജൂദുള്ള ആയത്തുകൾ എന്ന് പോലും അറിയാത്ത വിധം പലരും, എല്ലാവരും അങ്ങനെയുള്ളതല്ല, പലരും ഒരു അവസ്ഥയിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകുന്നു. ഏതായാലും ഉമർ റളിയല്ലാഹു തആല അൻഹു പണ്ട് പരിതപിച്ചത് സുജൂദിലാണ്, പക്ഷേ കരച്ചിലുണ്ട് എന്നാണ്. പക്ഷേ അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അവർ കരയുകയും സുജൂദിൽ വീഴുകയുമായിരുന്നു എന്നുള്ളതാണ്. എപ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കേൾക്കുന്ന വേളയിൽ. ഇതേപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജ്ഞാനം നൽകപ്പെട്ട, വേദം നൽകപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് പറയുകയെ സൂറത്ത് ഇസ്രായേലിന്റെ ഒടുക്കത്തിൽ
ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നൽ ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, വിശുദ്ധ ഖുർആനിനെ കളവാക്കിയിരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഓതികൾക്ക് കേൾക്കപ്പെട്ടത്, അതിനെയാണ് അവർ കളവാക്കുകയും കളിയാക്കുകയും ചെയ്തത്. അപ്പം പറയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നൽ ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഈ വിശുദ്ധ ഖുർആനിന് മുമ്പ് ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, വേദപണ്ഡിതന്മാർ, ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേൽ വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ സുജൂദിലായിക്കൊണ്ട് മുഖംകുത്തി വീഴുമായിരുന്നു. എന്നിട്ട് അവർ പ്രഖ്യാപിക്കും, സുബ്ഹാന റബ്ബിന ഇൻ കാന മഅ റബ്ബിന ലമഫ്ഊല, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ വാഗ്ദാനം അത് പുലരുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രണാമം. എന്നിട്ട് പറയണം, വയഖിറൂന ലിൽ അദ്ഖാൻ യബ്കൂൻ വയസീദുഹും ഖുശൂഅ വയഖിറൂന ലിൽ അദ്ഖാൻ, അവർ മുഖംകുത്തി വീണ് പ്രണമിക്കുമായിരുന്നു. യബ്കൂൻ, അവർ കരയുമായിരുന്നു. വയസീദുഹും ഖുശൂഅ, അവർക്ക് ഭക്തി അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ സുജൂദ് അവർക്ക് ഭക്തിയെ അധികരിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജ്ഞാനം നൽകപ്പെട്ടവരുടെ വിഷയത്തിൽ അവർ അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയായാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ, അവർ സുജൂദ് ചെയ്യുമായിരുന്നു, അവർ കരയുമായിരുന്നു, അവർക്ക് ഭക്തി അധികരിക്കുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേകത ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ, നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ ആരാണ്? ആ വചനങ്ങൾ അനുസ്മരിപ്പിക്കപ്പെട്ടാൽ, അതിൽ ബോധവൽക്കരണം നടത്തപ്പെട്ടാൽ ഖറൂ സുജ്ജദൻ, പ്രണമിക്കുന്നവരായിട്ട് അവർ നിലത്ത് വീഴും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ഹംദ് കൊണ്ട് ആ റബ്ബിനെ അവർ പരിശുദ്ധപ്പെടുത്തും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ ഒരിക്കലും നിഗളിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസികൾ അവർ അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയായാൽ ആ വചനങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ പ്രണമിക്കുന്നവരും സുജൂദിൽ വീഴുന്നവരുമാകണം എന്നൊരു തേട്ടം ഇവിടെ ഈ വചനം നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന യബീദൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. എന്താ ഇബാദുർ റഹ്മാന്റെ പ്രത്യേകത? അവർ വല്ലദീന യബീദൂന ലിറബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടിയിട്ട് അവർ രാത്രി കഴിച്ചു കൂട്ടും. റബ്ബിന് വേണ്ടി രാത്രി കഴിച്ചു കൂട്ടും. എങ്ങനെ റബ്ബിന് വേണ്ടി രാത്രി കഴിച്ചു കൂട്ടുക? സുജ്ജദൻ വഖിയാമ, സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും അവർ രാത്രി കഴിച്ചു കൂട്ടുമെന്നാണ്. അപ്പൊ തൂലുൽ ഖിയാമും തൂലുൽ സുജൂദും, അതായത് അവരുടെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്നാണ്. രാത്രി നമസ്കാരത്തിന്റെ പ്രത്യേകതയും അങ്ങനെയാകണം. തൂലുൽ ഖിയാമിൽ എന്തുണ്ടാകും? തൂലുൽ ഖിറാ ഉണ്ടാകും, ദീർഘനേരം ഖുർആനും. തൂലുൽ സുജൂദില ദീർഘനേരം ദുആയും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഒരു ദാസൻ അടിമയോട് ഒരു ദാസൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ അടുത്ത് വർത്തിക്കുന്നത് സുജൂദിലാകുമ്പോഴാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആയെ വർദ്ധിപ്പിച്ചോളി എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ സുജൂദിൽ ദുആ ചെയ്തോളി, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുവാൻ അർഹമായ ദുആയാണ് ആ ദുആ എന്നാണ്. ഇവിടെ ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞപ്പോൾ വല്ലദീന യബീദൂന ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് വേണ്ടി അവർ രാത്രി കഴിച്ചു കൂട്ടും. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും ഖിയാമ, നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും. നിസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് സുജൂദ്. പിന്നെ എന്തിനാ സുജൂദ് പ്രത്യേകം പറഞ്ഞത്? സുജൂദിന്റെ പ്രാധാന്യം അറിയിക്കാൻ, സുജൂദിന്റെ പ്രാധാന്യം അറിയിക്കാൻ. കാരണം നമസ്കാരത്തിൽ സുജൂദിന് മഹത്തായ പ്രാധാന്യമുണ്ട്. നിസ്കാരത്തിൽ, നൃത്തത്തിൽ, ഖിറാഅത്തിൽ, ഇൻഷാല്ലാ കർമ്മ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് വരും. നൃത്തത്തിൽ ഖിറാഅത്താണുള്ളത്, ദുആയില്ല. എന്നാൽ സുജൂദിലും റുകൂഇലും ഖിറാഅത്തില്ല. റുകൂഇൽ അദ്മു ഫീഹി റബ്ബ്, അല്ലാഹുവിനെ തഅദീം ചെയ്യലാണ്. സുജൂദില്
അതിൽ നിങ്ങൾ ദുആയെ വർദ്ധിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീണ്ട ദുആക്കുള്ള സമയമാണ് സുജൂദ്. അപ്പൊ അതിന്റെ പ്രാധാന്യം പ്രത്യേകം അല്ലാഹു അറിയിക്കണം. അതുകൊണ്ടാണ് മലക്കുകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഇ മഅ റാകിഈൻ. യാ മറിയം ഉഖ്നുതി ലിറബ്ബികി, മറിയമേ നിന്റെ റബ്ബിന് നീ കീഴ്പ്പെടുക, ഭക്തിപുരസരയായിട്ട് ജീവിക്കുക. വസ്ജുദി, നീ സുജൂദ് ചെയ്യുക. വർക്കഇ മഅ റാകിഈൻ, റുകൂ ചെയ്യുന്നവരോടൊപ്പം നീ റുകൂ ചെയ്യുക. അവിടെ നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ സുജൂദിനെ പ്രത്യേകം പറഞ്ഞു, വസ്തുതി നിങ്ങൾ സുജൂദ് ചെയ്യുക. എന്നിട്ട് സുജൂദിനെ റുക്കോയിലേക്കാൾ നിന്ദിപ്പിച്ചു. വസ്തുതി വർക്കായി സുജൂദ് ചെയ്യുക, റുക്കോ ചെയ്യുക. ശരിക്കും റുക്കോയിന് ശേഷമാണ് സുജൂദ്. പക്ഷെ എന്തിനാ സുജൂദിനെ മുന്തിപ്പിച്ചത്? അത് സുജൂദിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അറിയിക്കാൻ. ചില സ്ഥലങ്ങളിൽ സുജൂദിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉഅ്ബുദൂ റബ്ബക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫഅലൂ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇർകഊ നിങ്ങൾ റുകൂ ചെയ്യുക, വസ്ജുദൂ നിങ്ങൾ സുജൂദും ചെയ്യുക, വഅ്ബുദൂ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കുക, വഫഅലൂ ഖൈറ നിങ്ങൾ സുകൃതം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇവിടെ സൂറത്ത് ഹജ്ജിന്റെ ഒടുക്കത്തിൽ ഏറ്റവും അവസാനത്തെ ആയത്തിൽ തൊട്ടുള്ളതായ യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫഅലൂ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അവിടെ വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജ്തബാക്കും തുടങ്ങി സൂറത്ത് ഹജ്ജ് അവസാനിക്കുന്നതാണ്. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ നിങ്ങൾ റുകൂ ചെയ്യുക, വസ്ജുദൂ നിങ്ങൾ സുജൂദ് ചെയ്യുക, വഅ്ബുദൂ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇവിടെ തൊട്ട് നിങ്ങൾ റുക്കോയിനെയും സുജൂദിനെയും അല്ലാഹു പ്രത്യേകം. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറഞ്ഞു, റുക്കോയിന്റെയും സുജൂദിന്റെയും മഹത്വവും പ്രാധാന്യവും അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം അവയെ എടുത്തു പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ നമ്മൾ നിർവഹിക്കുന്നതായി സുജൂദ് അത് കേവലം ഒരു മർദ്ദിയുടെ ഏർപ്പാടല്ല, പിന്നെയോ അത് മഹത്തായിട്ടുള്ള ഒരു ഇബാദത്താണ്. അതിൽ നമ്മൾ തീർത്തും അല്ലാഹുവിന് വിധേയപ്പെടുകയാണ്. നമ്മൾ അല്ലാഹുവിന് മുമ്പിൽ പഞ്ചപുച്ച മടക്കി വീട് നമ്മുടെ ഹൃദയവും നമ്മുടെ അകവും പുറത്ത് ഒരുപോലെ അല്ലാഹുവിന് നമ്മൾ സമർപ്പിച്ച് നമ്മൾ അല്ലാഹുവിന് കീഴ്പ്പെടുന്ന, അല്ലാഹുവിന് മുമ്പിൽ വിധേയപ്പെടുന്ന, അല്ലാഹുവിന്റെ ദാസനാണെന്ന് നമ്മൾ അല്ലാഹുവിനെ അറിയിക്കുന്ന ഒരു ഉപരിഭാവമാകുന്ന സുജൂദ്. നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, അല്ലാഹുവേ നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ ഒരു രക്ഷാമാർഗമോ അഭയസ്ഥാനമോ ഇല്ല. അള്ളാഹുവിൽ നിന്ന് കൂടെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് രക്ഷാമാർഗമുള്ളത്? ഒരു മാർഗമല്ല, അള്ളാഹുവിലേക്കല്ലാതെ. ആ പ്രഖ്യാപനത്തിന് അന്വർത്ഥമാക്കുന്ന പ്രകടനമാകുന്ന സുജൂദ്. അള്ളാഹുവിന് വിനയപ്പെട്ടില്ല, അള്ളാഹു നിന്റെ ദാസൻ, നിന്റെ അടിയ, നിന്റെ മുന്നിൽ അകവും പുറവും സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കബൂലാക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖറബു മാ യകൂനു അൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു ദാസൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു ദുആ, അതുകൊണ്ട് നിങ്ങൾ ദുആയെ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സുജൂദിൽ നിർവഹിക്കാനുള്ള ദുആകൾ എത്രയാണ്? ധാരാളം ദുആകളാണ്, അർത്ഥഗർഭമായ ദുആകളാണ് നമുക്ക് സുജൂദിൽ നിർവഹിക്കുവാൻ. ഏറ്റവും കൂടുതൽ ദാസൻ അള്ളാഹുവിനോട് അടുത്ത് വർത്തിക്കുന്ന സമയം അത് സുജൂദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത് സുജൂദിന്റെ മഹത്വമാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഇതേപോലെ സുജൂദ് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ഒരു ഇബാദത്ത് കൂടിയാണ്. അള്ളാഹുവിലേക്ക് അടുത്ത് വർദ്ധിക്കാനുള്ള ഇബാദത്താണ് സുജൂദ്. എന്നതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ് സുജൂദ്. സൂറത്തുൽ അലഖിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നത് വസ്ജുദ് വഖ്തരിബ്. വസ്ജുദ് നീ സുജൂദ് ചെയ്യുക, വഖ്തരിബ് നീ അടുക്കുകയും ചെയ്യുക. ആരുടെ അടുത്ത്? അള്ളാഹുവിനോട്ട് അടുക്കുക. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച സുജൂദാണ്. ഇതെവിടെയാണ്? സൂറത്ത് അലഖിന്റെ തുടക്കം അവസാനത്തിൽ. സൂറത്ത് അലഖിന്റെ അവസാന വചനങ്ങൾ ഇറങ്ങാൻ
നുബുവത്ത് അവതരിപ്പിച്ചിട്ട് ആദ്യത്തെ വചനങ്ങൾ തുടങ്ങുന്ന ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കണം. എന്നാൽ ഒടുക്ക ഭാഗം ഇറങ്ങാൻ കാരണം എന്താണ്? ഒടുക്ക ഭാഗങ്ങൾ ഇറങ്ങാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ അബൂജഹലിന് ഒരു ചൊറിയാണ്. അബൂജഹൽ അത് അസഖ്യാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയുമായിരുന്നു. അബൂജഹലിന്റെ തറവാട്ടിൽ പോയിട്ട് നിസ്കരിക്കണോണ്ടല്ല, പിന്നെയോ കഅബയുടെ പരിസരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് അബൂജഹലിന് അസഖ്യാണ്, സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അബൂജഹലിനെ കുറിച്ച് പറയുന്നത്, അബൂജഹൽ വിശുദ്ധ ഖുർആൻ പാരായണം പലതവണ കേട്ടിട്ടുണ്ട്. പക്ഷെ അബൂജഹൽ എന്ത് ചെയ്യില്ല, വിശുദ്ധ ഖുർആൻ കേട്ടിട്ടുണ്ട് എങ്കിലും അത് ഉൾക്കൊള്ളുകയോ അതിൽ സ്വാധീനിക്കപ്പെടുന്നവരാവുകയോ ചെയ്യുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയട്ടെ കഴിഞ്ഞ കഥ അള്ളാഹു സീല് ചെയ്തിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞു. അത് അബൂജഹലിന്റെ മാത്രം പ്രത്യേകതയല്ല, അബൂജഹലിന്റെ പ്രകൃതക്കാരുടെ മുന്നിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. റബ്ബ് ഹൃദയത്തിന് സീലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഹിദായത്തിന്റെ കിരണങ്ങൾ ആ ഹൃദയത്തിന് നിഷിദ്ധം. അള്ളാഹു കാക്കട്ടെ. ഔദുബില്ല. അബൂജഹൽ പലതവണ വിശുദ്ധ ഖുർആൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല. അബൂജഹലിനെ കുറിച്ച് പറയാം, ഫലാ സദ്ദഖ, അബൂജഹൽ സത്യപ്പെടുത്തിയില്ല, വലാ സല്ല, നിസ്കരിച്ചതുമില്ല, വലാകിൻ കദ്ദബ, അബൂജഹൽ കളമാക്കി, വതവല്ല, തിരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ടാണ് ഔല ലക ഫഔല സുമ്മ ഔല ലക ഫഔല, നിനക്ക് ഏറ്റവും അർഹപ്പെട്ടത് റബ്ബിന്റെ ശിക്ഷയാണ്, ഏറ്റവും നിനക്ക് അർഹപ്പെട്ടത് ശിക്ഷയാണ് എന്നുള്ളത് അവന്റെ ആ ചെയ്തികൾക്കനുസരിച്ച്. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല, നാലെണ്ണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔല ലക ഫഔല സുമ്മ ഔല ലക ഫഔല നാല് പ്രാവശ്യം പറഞ്ഞു. ഈ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീഷണിപ്പെടുത്തും. മുഹമ്മദേ, ഇവിടെ വന്നിട്ട് നീ നിന്റെ നെറ്റി നിലത്ത് കുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പണി ചെയ്യരുത് എന്ന്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടാക്കളെ നിസ്കരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയിൽ ചവിട്ടാണ്, അതേപോലെ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാൻ അടുത്ത് വന്നു. പക്ഷെ അടുത്ത് വന്ന അബൂജഹൽ അടുത്തതിലേറെ സ്പീഡിൽ റബ്ബർ പന്തറിന്റെ മാതിരിയല്ല തിരിച്ചു ധരിക്കണതാണ് കണ്ടത്. അപ്പൊ അബൂജഹലിനോട് ചോദിച്ചു, എന്താണ് അബൂജഹൽ മുഹമ്മദിനെ ആക്രമിക്കാൻ വേണ്ടി ചെന്ന് പെരടി ചവിട്ടും എന്ന് പറഞ്ഞ് ചെന്ന് എന്താ ചെയ്യാതിരുന്നത്? അത് പറയുകയാണ്, എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഒരു കിടങ്ങ്, അതിൽ തീ ജ്വാലകൾ ഉയരുകയാണ്, ഭീതിജനകമായ അവസ്ഥകളാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്ഥലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിനെക്കുറിച്ച് സഹാബത്ത് പറഞ്ഞു. ഇങ്ങനെ അബൂജഹൽ വന്നതും പിന്നീട് പിന്തിരിഞ്ഞതും പേടി പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂജഹൽ എന്റെ പെരടിയിൽ ചവിട്ടാൻ എന്നോട് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ കഷ്ണിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുന്നതിനോട് തടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്ത് അൽ-അൻഫാലിന്റെ അവസാനത്തിൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, ഒരു വ്യക്തിയെ നീ കണ്ടില്ലേ അവന് വിരോധിക്കുന്നു. ആരെ വിരോധിക്കുന്നു? അബ്ദൻ ഇദാ സല്ല, ഒരു ദാസൻ നമസ്കരിച്ചാൽ ആ ദാസനെ തടുക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതിന് അബൂജഹൽ തടുക്കുന്നതിനെ കുറിച്ച് പറയാം. അങ്ങനെ ഒരിക്കൽ അബൂജഹൽ വീമ്പളക്കും. ഇനി മുഹമ്മദ് നിസ്കരിക്കുകയാണെങ്കിൽ ഈ താഴ്വാരത്ത് ഏറ്റവും കൂടുതൽ എന്റെ വിളിച്ചാൽ വിളി കേട്ട് വരാൻ അംഗങ്ങളുള്ള മെമ്പർമാരുള്ള ആൾ ഞാനാണ്. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് ഇവിടെ നിസ്കരിക്കുകയാണ് എങ്കിൽ എന്റെ നാദിയെ വിളിക്കുമെന്നാണ്. നാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ് വാസികൾ അല്ലെങ്കിൽ സഭാവാസികൾ എന്നൊക്കെ ഓലൊക്കെ ഞാൻ വിളിക്കും. അങ്ങനെ ഒന്നായിട്ട് എന്ത് ചെയ്യും? മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റാക്ക് ചെയ്യും എന്നാണ് അബൂജഹൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫല്യദഉ നാദിയ സനദഉ സബാനിയ, അബൂജഹൽ അവന്റെ സഭാവാസികളെ വിളിക്കട്ടെ, നമ്മൾ സബാനിയാക്കളെയും വിളിക്കും. സബാനിയാക്കൾ എന്ന് പറഞ്ഞാൽ നരകത്തിൽ എറിയപ്പെട്ടവരെ നരകത്തിൽ ശിക്ഷിക്കാനുള്ള മലക്കുകളാണ്, ശിക്ഷയുടെ മലക്കുകൾ. അല്ലാഹു പറയുന്നത് നമ്മൾ സബാനിയാക്കളെയും വിളിക്കും. കല്ലാ ലാ തുതിഉ, ഒരിക്കലും അബൂജഹലിനെ അനുസരിച്ച് പോകരുത്. എന്താ വേണ്ടത്? ഫസ്ജുദ് വഖ്തൻ, സുജൂദ് ചെയ്തോ എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുത്തോ.
ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അവസാന ഭാഗം, നിങ്ങൾ സുജൂദ് ചെയ്യുക, നാഥനോട് അടുക്കുകയും ചെയ്യുക. അപ്പൊ നാഥനോട് അടുത്ത് വർത്തിക്കാൻ സുജൂദാണുള്ളത്, നാഥനിലേക്ക് അടുപ്പിക്കുവാനും സുജൂദാണുള്ളത് എന്ന് ഇവിടെ ഈ പ്രമാണവചനങ്ങൾ സഹോദരന്മാരെ നമ്മളെ അറിയിക്കുക. അപ്പൊ സുജൂദിന്റെ മഹത്വം അതറിയിക്കുന്നതായ വചനങ്ങൾ ഇவ்விதം ധാരാളമാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് മഅദാൻ ഇബ്നു അബീ തൽഹ ചോദിച്ചു, അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ കർമ്മം എന്നെ പഠിപ്പിച്ചു തന്നാലും, ചില റിപ്പോർട്ടുകളിൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നാലും എന്ന് റസൂലുള്ളാഹിന്റെ മൗലയായ സൗബാനോട് മഅദാൻ ഇബ്നു അബീ തൽഹ ചോദിക്കുകയുണ്ടായി, ആവശ്യപ്പെടുകയുണ്ടായി. അത് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു എന്നാണ്. അപ്പോഴൊക്കെ സൗബാൻ മൗനം ദീക്ഷിച്ചു. എന്നിട്ട് സൗബാൻ പിന്നീട് പ്രതികരിക്കുന്നത്, സഅൽതു അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനെക്കുറിച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. സൗബാൻ ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് മഅദാനോട് പറയും. സൗബാൻ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തത്? അലൈക ബികസറത്തി സുജൂദ്, നീ സുജൂദിനെ വർദ്ധിപ്പിച്ചോ. ലില്ലാഹ്, ആർക്കാ സുജൂദ്? ലില്ലാഹ്, അല്ലാഹ്. ജാറത്തിനല്ല, മഖ്ബറക്കല്ല, മഖാമിനല്ല, മനുഷ്യർക്കല്ല, പടപ്പുകൾക്കല്ല, പ്രത്യുത ലില്ലാഹ്, അല്ലാഹുവിന് നിങ്ങൾ സുജൂദിനെ വർദ്ധിപ്പിക്കുക. എന്നിട്ട് തിരുനബി പറയുകയാണ്, ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ, കാരണം നിങ്ങൾ അല്ലാഹുവിന് ഒരു സുജൂദ് ചെയ്യുന്നില്ല, ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, ആ സുജൂദ് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഒരു ദറജ ഉയർത്താതെ, വഹദ്ദ അൻക ബിഹാ ഖതിഅ, ആ സുജൂദ് നിമിത്തം അല്ലാഹു നിങ്ങളുടെ ഒരു തിന്മ മായ്ക്കുകയും പോക്കുകയും ചെയ്യാതെ. ഒരു സുജൂദിൽ ഒരു നന്മ, ഒരു പദവി ഉയർത്തലാണുള്ളത്, ഒരു തിന്മ മായ്ക്കപ്പെടലാണുള്ളത്. അതാണ് സുജൂദിന്റെ മഹത്വം. അതുകൊണ്ട് സുജൂദിനെ അധികരിപ്പിച്ചോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാനോട് പറഞ്ഞത്. സൗബാൻ അതാണ് മഅദാൻ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ട്. ഇമാം മുസ്ലിമിന്റെ തിരുവായത്തിലാണ് ഈ ഹദീസ് ഉള്ളത്. അപ്പോ സുജൂദിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു തിരുമൊഴിയാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ട്. ഇതേപോലെ സുജൂദിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു വചനം, ഏതാനും വചനങ്ങൾ സൂറത്തുൽ ഹിജ്റിന്റെ ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താ അല്ലാഹു പറയുകയാണ്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വലഖദ് നഅലമു, അല്ലാഹു പറയുകയാണ്, തീർച്ചയായും നാം അറിയുന്നു, അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട് എന്നുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം അവരുടെ വാക്കുകൾ കാരണത്താൽ ഇടുങ്ങുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു എന്ന് അല്ലാഹു പറയാം. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്തനാണ് എന്നാണ്. ഭ്രാന്തനെന്നാണ് അത് വിളിച്ചു പറയാണ് ചെയ്യുന്നത്. അത് ഒരാളല്ല പറയുന്നത്. പിന്നെയോ ആളുകൾ, മുശ്രിക്കുകൾ, ശത്രുക്കൾ ഒന്നടങ്കം പറയാം. നമ്മൾ ഒരു മാനസിക രോഗി എന്ന നിലക്ക് നമ്മൾ ഒരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വേദന ഉണ്ടാവും? നിങ്ങൾക്കൊരു മാനസിക രോഗം ഉണ്ടോ നമ്മളോട് ചോദിച്ചാൽ എത്ര പ്രയാസം ഉണ്ടാവും? ഇത് പോകുന്ന വഴിയിൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് നോക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ്, പിന്നെയും വിളിക്കുകയാണ്, പിന്നെയും വിളിക്കുകയാണ്. ഇതാണ് അങ്ങാടിയിൽ ഈ പാട്ട്. അപ്പൊ എത്ര പ്രയാസം ഉണ്ടാവും? ഇതേപോലെ തന്നെ പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പെട്ടെന്നുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് കാഹിൻ, ജ്യോത്സ്യൻ എന്നാണ്. സാഹിർ, മാരണക്കാരൻ എന്നാണ്. മസ്ഹൂർ, മരണബാധയേറ്റവൻ എന്നാണ്. അബുദ്ധർ, ഗുണംകെട്ടവൻ, വാലറ്റവൻ എന്നൊക്കെയാണ്. അബുദ്ധർ എന്ന് പറഞ്ഞാൽ എന്താ? ഗുണംകെട്ടവൻ എന്ന അർത്ഥം, വാലറ്റവൻ എന്ന അർത്ഥമുണ്ട്. അനന്തരം എടുക്കുവാൻ ഒരു അനന്തര സന്തതി ശേഷിക്കാത്തവൻ എന്ന അർത്ഥമുണ്ട്. ഈ അബുദ്ധർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ സമയം എപ്പോഴാണെന്നറിയും? ഒരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ മരിക്കുമ്പോഴാണ്. ആൺകുട്ടികൾ ഖാസിമും അബ്ദുള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
പ്രസവിച്ച ഉടനെ തന്നെ മരണപ്പെട്ട കുട്ടികളാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഖാസിദിനെ പ്രസവിച്ചു, അതേപോലെ അബ്ദുള്ളയെ പ്രസവിച്ചു. മുലയൂട്ടുന്നതിന് മുമ്പ് കുട്ടികൾ മരിച്ചു. എത്ര പ്രയാസം ഉണ്ടാവും. ഖദീജ റളിയല്ലാഹു തആല വിധിപ്പിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ കരയാതെ, സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടാൻ കാത്തു കിടക്കുകയാണ്, നിങ്ങൾ കരയരുത്. അവർ പറയാൻ വേദനിച്ച് പ്രസവിച്ചു. പ്രവാചകനെ ഒരു മുലയൂട്ടാൻ ഒരു കൂതി ഉണ്ടായിരുന്നു, അതിൽ എനിക്ക് വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയതമയുടെ കണ്ണീർ തുടച്ച് ആശ്വസിപ്പിക്കുകയാണ്. ആശ്വസിപ്പിക്കാനുള്ള വചനങ്ങൾ ഇതാണ് റസൂലുള്ളാഹി അറിയുന്നത്. ഈ സമയം റസൂലുള്ളാഹിന്റെ വീട്ടിൽ അയൽവക്കക്കാരുള്ളത്, അയൽവാസിയാരാണ്, ഓടി വന്ന് സമാശ്വസിപ്പിക്കേണ്ട ബുദ്ധിമുട്ടും ദുരിതവും ഉണ്ടാകുമ്പോൾ വിശിഷ്യ ആദ്യം എത്തി സമാശ്വസിപ്പിക്കേണ്ട ആണെന്നുള്ള അയൽവാസി തിരുനബിയുടെ അയൽവാസി അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസി. അബൂലഹബ് റസൂലുള്ളാഹിയുടെ അവാപ്പ. എല്ലാം കൊണ്ടും ആശ്വാസവചനങ്ങൾ അവിടുന്നാണ് ആദ്യം വരുന്നത്. പക്ഷെ അവിടുന്ന് വിളിച്ചു വരേണ്ടത് എന്താ? അവിടുന്ന് വിളിച്ചു വരേണ്ടത് അബുത്തറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വേദന ഉണ്ടാകാൻ, മനസ്സുകൾ എത്ര എടുക്കും. ഇതുപോലെ എത്ര കുത്തുവാക്കുകൾ, മാനസിക ഉപദ്രവങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറയുന്നത് നിമിത്തം നിങ്ങളുടെ ഹൃദയങ്ങൾ എടുക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. റബ്ബിന്റെ ഹംദ് പ്രഖ്യാപിച്ച് തസ്ബീഹിൽ കഴിയാനാ പറയും. അല്ലാഹുവിന്റെ തസ്ബീഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയായിട്ട് തസ്ബീഹ് ചൊല്ലാൻ പറയുകയാണ്. എന്നിട്ട് വഖും മിനസ് സാജിദീൻ, വഖും നിങ്ങളാവുക മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവർ. അപ്പൊ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കാൻ, അത് സുജൂദിന്റെ മഹത്വമാണ് അറിയുന്നത്. മനസ്സിടുമ്പോൾ, മനസ്സ് ഭാരം കയറുമ്പോൾ, കഷ്ടതയിൽ മനസ്സ് വിങ്ങുമ്പോൾ, മനസ്സ് തപിക്കുമ്പോൾ, മനസ്സിൽ ദുരിതങ്ങൾ പെയ്തിറങ്ങുമ്പോൾ സുജൂദിൽ വീഴുക. എന്നിട്ട് മനസ്സിന്റെ ഭാരം ആ സുജൂദിൽ വെച്ച് ആളുകൾ ഇറക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആശ്വാസത്തിനും കനിവിനും അല്ലാഹുവിനുള്ള ഒരു സമാധാനം ആ മനസ്സിൽ പെയ്തിറങ്ങുന്നതിന് യാചിക്കുക എന്നുള്ളത്. ഇതാണ് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നോക്കി, നിങ്ങൾ മനസ്സിടുന്നു എന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് തസ്ബീഹ് ചെയ്തോളി, സുജൂദിൽ വീഴുകയും ചെയ്തോളി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. ഇതേപോലെ സുജൂദിന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികൾ വരെയും ധാരാളമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അന്ത്യനാളായാൽ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഈ ദുനിയാവിൽ സമ്പത്തൊഴുകുമെന്നുള്ളത്. സമ്പത്തൊഴുകുക എന്നുള്ളത് ദുനിയാവിന്റെ പ്രത്യേകതയായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ റിവായത്തിൽ, വല്ലദീ നഫ്സി ബിയദിഹി ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ അദിലാ. അല്ലാഹുവാണ് സത്യം, ഈസ ഇബ്നു മറിയം നിങ്ങളിലേക്ക് ഇറങ്ങാൻ സമയം അടുത്തിരിക്കുന്നു. എങ്ങനെ? ഹകമൻ അദിലാ, നീതിമാനായ ഭരണാധികാരിയായി. ഫയക്സിറ സ്വലീബ്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാൽ കുരിശുടക്കും. വയഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊല്ലും. വയഖഉൽ ജിസിയ, ജിസിയ നിർത്തലാക്കും, യുദ്ധം ഉണ്ടാകില്ല. വയഫീദുൽ മാൽ, സമ്പത്ത് ഒഴുകും. ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, സമ്പത്ത് സ്വീകരിക്കുകയില്ല ആരും. ഒരാൾ സമ്പത്ത് സ്വീകരിക്കില്ല. ദാനം കൊടുക്കാനാവും, ദാനം കൊടുക്കാൻ സമ്പത്തുണ്ട്, സമ്പത്ത് ഒഴുകും. പക്ഷേ സമ്പത്ത് സ്വീകരിക്കാൻ ഒരാളും ഇല്ലാത്ത വിധം ധന്യവും ക്ഷേമവുമായിരിക്കും അന്നാളി എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. ഭൂമിയിൽ സമാധാനം കഴിയാം. ഏതുവരെ? ഒട്ടകങ്ങളോടൊന്നിച്ച് സിംഹങ്ങൾ മേഞ്ഞു നടക്കും. പശുക്കളോടൊപ്പം പുലികൾ മേഞ്ഞു നടക്കും. ആടുകളോടൊപ്പം ചെന്നായ്ക്കൾ മേഞ്ഞു നടക്കും. പാമ്പുകളെയും കൊണ്ട് കുട്ടികൾ കളിക്കും. ആ പാമ്പുകൾ കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഉപദ്രവം ഏൽക്കാത്ത വിധം സമാധാനം കളിയാടുന്ന നാളുകൾ വരും. അന്ന് സ്വത്ത് വഴിഞ്ഞൊഴുകുമെന്നാണ്. ഒരാൾ സ്വത്ത് സ്വീകരിക്കാനുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ദാനകർമ്മങ്ങളുടെ പ്രത്യേകത എന്താണ്? അസദഖത്തു തുത്ഫിഉ ഗദബ റബ്ബിന.
റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തുന്നത് ദാനധർമ്മമാണ്. എന്നാണ് മോശമായ പതനങ്ങളിൽ നിന്ന് ദാനധർമ്മങ്ങൾ മനുഷ്യരെ തടുക്കുമെന്നാണ്. അപ്പൊ ദാനധർമ്മത്തിന് വലിയ മഹത്വമുണ്ട്. അങ്ങനെയുള്ള ദാനധർമ്മം നിർവഹിക്കാൻ ആളില്ല. കാരണം അത് കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു നാൾ വന്നാൽ ഹത്താ തകൂന സജദത്തുൽ വാഹിദതു ഖൈറൻ മിനദ് ദുനിയ വമാ ഫീഹാ. ഹത്താ തകൂന സജദത്തുൽ വാഹിദ, അന്ന് ഒരു സുജൂദ് ചെയ്യലായിരിക്കും ഖൈറൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിനുള്ളതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരം. ഓക്കെ, അവിടെ സുജൂദിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഏത് പുണ്യകർമ്മത്തേക്കാണ് അന്ന് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും, ഉത്തരം എന്തായിരിക്കും? അത് സുജൂദായിരിക്കും ആ നാൾ വന്നാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും. അപ്പൊ അത് സുജൂദിന്റെ പ്രത്യേകതയും സവിശേഷതയും അതിന്റെ മഹത്വവുമാണ് അറിയുന്നത്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من ربهم ورضوانا سيماهم في وجوههم من أثر السجود. محمد رسول الله والذين معه أشداء على الكفار. നബിയോടൊപ്പമുള്ള സഹാബത്ത് അവർ കുഫാറിനോട് കഠിനമായി പെരുമാറുന്നവരും റുഹമാഉ ബൈനഹും, തങ്ങൾക്കിടയിൽ കാരുണ്യ മത്സരമാക്കുന്നു. അവരെ റുക്കൂ ചെയ്യുന്നവരായി സുജൂദ് ചെയ്യുന്നവരായിട്ട് നിങ്ങൾക്ക് കാണാം. അവർ അല്ലാഹുവിന്റെ ഔദാര്യവും പ്രീതിയുമാണ് കാക്ഷിക്കുന്നത്. സുജൂദിന്റെ അടയാളം നിമിത്തം അവരുടെ മുഖങ്ങളിൽ അതിന്റെ പ്രകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സുജൂദ് അത് പ്രകാശമാണ്. സുജൂദിന്റെ ആളുകൾ, സുജൂദ് യഥാവിധം നിർവഹിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അവർ റുകൂഇലും സുജൂദിലുമായി അല്ലാഹുവിന്റെ പ്രീതിയിൽ കാലം കഴിച്ചു കൂട്ടിയവരാണ്. അതുകൊണ്ട് തന്നെ സുജൂദിന്റെ അടയാളം അവർക്ക് അവരുടെ മുഖത്തുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. സുജൂദ് അത് മനുഷ്യന്മാരുടെ മുഖത്ത് വെട്ടം വീഴും. വിശിഷ്യ ആഖിറത്തിൽ ഇന്ന ഉമ്മത്തി യുബഅസൂന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ, എന്റെ ഉമ്മത്തികൾ ആഖിറത്തിൽ ഖുർറൻ മുഹജ്ജലീനായിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഖുർറ എന്ന് പറഞ്ഞാൽ മുഖപ്രസന്നത. മുഹജ്ജലീൻ എന്ന് പറഞ്ഞാൽ കൈകാലുകളിൽ പ്രസന്നത. അതെന്തുകൊണ്ടാണ്? മിൻ അസരിൽ ഉദൂഇന്റെ അടയാളം കാരണത്താണ്. അപ്പൊ ഉദൂ ചെയ്തത് കാരണത്താൽ മുഖം പ്രകാശിക്കുന്നവരായി, കൈകാലുകൾ പ്രകാശിക്കുന്നവരായിട്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. ആ ഒരു പ്രകയും പ്രകാശവും അത് സുജൂദ് ചെയ്യുന്നവർക്കും എവിടെ ഉണ്ടാകും? അന്ത്യനാളിൽ ഉണ്ടാകും. അന്ത്യനാളായിട്ടല്ലെങ്കിൽ ചില മുഖങ്ങൾ കറുക്കും. അള്ളാഹു നമ്മളെ കാരണത്തിന് ആവുന്നില്ല. ചില മുഖങ്ങൾ വെളുക്കും. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. അവിടെ മുഖങ്ങൾ വെളുക്കുന്നതിനെ കുറിച്ചും മുഖങ്ങൾ കറുക്കുന്നതിനെ കുറിച്ചും പറയണം, അന്ത്യനാളുമായി ബന്ധപ്പെട്ട് പറയുന്നു. അപ്പോൾ സുജൂദിന്റെ അഹ്ലുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ത്യനാളിൽ പ്രസന്ന വദനരായിരിക്കും, പ്രഭ ചൊരിയുന്ന മുഖ കാന്തിയുള്ളവരുമായിരിക്കും അവർ എന്നുള്ളതാണ്. എന്നാൽ സത്യനിഷേധികളോ വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹ് വുജൂഹുഹും മുസ്വദ്ദ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. വയൗമൽ ഖിയാമത്തി നായാൽ തറല്ലദീന കദബു അലല്ലാഹ്, അല്ലാഹുവിനെ കളവാക്കിയവരെ നിങ്ങൾക്ക് കാണാം. വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായി. അല്ലാഹു നമ്മളെ കാണില്ല. അപ്പോ സുജൂദ് അത് യഥാവിധം നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാർക്ക്, അള്ളാഹുവിൽ പ്രീതി ഉള്ളവരായി നിർവഹിക്കുന്നവർക്ക് മുഖത്തിന്റെ പ്രകാശവും സമ്മാനിക്കും എന്നുള്ളത് ദീൻ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ സുജൂദിലേക്ക് വിളിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അള്ളാഹുവിന്റെ തിരുപാദം കാണിച്ച് സുജൂദ് ചെയ്യുവാൻ അവരെ ക്ഷണിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കണക്കാൽ വെളിപ്പെടുത്തും. എന്നിട്ട് സുജൂദിലേക്ക് ആളുകളെ വിളിക്കും.
യസ്തതിഊൻ, ഒരു വിഭാഗം ആളുകൾക്ക് അപ്പോൾ സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഇമാം ബുഖാരിയുടെ റിവായത്തിൽ അതേ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ കേട്ടു യക്ഷിഫു റബ്ബുനാ അൻ സാഖിഹി, റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സാഖ് കണക്കാൽ വെളിപ്പെടുത്തും. ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വ മുഅ്മിന, എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും അല്ലാഹു സുജൂദിൽ വീഴും. വയബ്കാ മൻ കാന യസ്ജുദു ഫി ദുനിയാ റിയാഅൻ വ സുംഅതൻ, ദുനിയാവിൽ ലോക പ്രശസ്തിക്കും കേളിക്കും വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തവർ ശേഷിക്കും. ഫയദ്ഹബു യസ്ജുദ്, അവരിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഫയഊദു ബഹ്റുഹു തബഖതൻ വാഹിദ, അപ്പോൾ അവരുടെ മുതുക് ഒരെല്ലായി മാറും. മുതുക് വളയില്ല, പിന്നെ വളയാതെ ഒരെല്ലായി മാറും. അങ്ങനെ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല, അവർ മറിഞ്ഞു വീഴുമെന്ന്. അപ്പോ അവിടെ സുജൂദിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ഒരു ഭാഗം സുജൂദ് ചെയ്യും, എന്നാൽ ഒരു ഭാഗം സുജൂദ് ചെയ്യൂല. മുഅ്മിനും മുഅ്മിനത്തും സുജൂദ് ചെയ്യും, എന്നാൽ കപടന്മാർ, ലോകമാന്യതയുടെ വാർത്തകൾ, അവർ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരുടെ പുറത്തെ കശേരികളൊക്കെ ഉണ്ടല്ലോ, എല്ലുകൾ, അത് വളയണം. അത് വളയാതെ അതൊരെല്ലായി മാറും. അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അവരെ സുജൂദിലേക്ക് ക്ഷണിച്ചിരുന്നു, അവർ സുരക്ഷിതരായിരിക്കും. പക്ഷെ അന്ന് ആ വിളി കേട്ട് സുജൂദ് യഥാവിധം നിർവഹിക്കാത്തത് കാരണത്താലാണ് അവിടെ സുജൂദ് തടയപ്പെട്ടത്. ഏതായാലും സുജൂദ്, അതിന്റെ മഹത്വം എന്ന വിഷയത്തിലാണ് ഒരു ഭാഗം ഇന്ന് നമ്മൾ സംസാരിച്ചത്. സുജൂദിന്റെ ഇനങ്ങളും അതിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളും അതിലെ ദിക്റുകളും ദുആകളും ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ തൗഫീഖിലേക്ക് നമ്മളെ എല്ലാവരെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ പ്രീതിപ്പെടുമാറാവട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഈ സദസ്സിൽ നമ്മുടെ ഈ വേദിയിൽ അല്ലാഹു ചൊരിയുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷയും ഈ കൂട്ടത്തിൽ ശേഷിപ്പിക്കാതെ അല്ലാഹുവിന്റെ ഭാഗ്യം എല്ലാവരിലും കടാക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദുആകൾ ഒരു കാലത്ത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. ഈ പുണ്യത്തിന്റെ വേദിയിൽ നമ്മളെ അല്ലാഹു സമ്മേളിപ്പിച്ചതുപോലെ അവന്റെ ജന്നത്തിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചാരത്തിൽ ഇടമേക്ക് അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ നല്ല മുറാദുകൾ അല്ലാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തുകൊണ്ട് നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കരീമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കരീമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കരീമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇടകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.